മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും അലഞ്ഞു തിരിയുന്ന മറ്റു ചിലർ കൂടെയുണ്ട്. പോറ്റി വളർത്തിയവരെ അന്വേഷിച്ച് പരിഭ്രാന്തരായതുപോലെ പാഞ്ഞു നടക്കുകയാണ് ജീവൻ തിരിച്ചു കിട്ടിയ വളർത്തുനായ്ക്കൾ. ദുരന്തഭൂമിയിലെ ഈ ഓരിയിടലുകളിൽ ഉള്ളുലഞ്ഞു പോകുന്നത് രക്ഷാപ്രവർത്തകർക്കാണ്. ചെളിയും പാറയും മൂടിയിട്ടും ഉറ്റവരുടെ ഗന്ധമറിഞ്ഞെത്തുന്നവരാണ്. വീടിരുന്നയിടം തോടായി മാറിയിട്ടും അവർക്ക് വഴിതെറ്റുന്നില്ല. ഇവരെപ്പോലെ മറ്റാർക്കാണ് വീടിൻ്റെ മണമറിയാവുന്നത്, വീട്ടുകാരുടെ ചൂരറിയാവുന്നത്? തെറിച്ചു വീണ കളിപ്പാട്ടങ്ങളിൽ നിന്ന് അവർ ഉരുൾകൊണ്ടുപോയ കൂട്ടുകാരുടെ മണം തിരികെ പിടിക്കുകയാണ്. ചെളി പുതച്ചു കിടക്കുന്ന വണ്ടിച്ചക്രങ്ങളിലും മറിഞ്ഞുകിടക്കുന്ന വൈദ്യുതി തൂണുകളിലും പണ്ട് നിക്ഷേപിച്ച സ്വന്തം ഗന്ധം തേടുകയാണ്. ചില വീടുകളിൽ ശേഷിക്കുന്നത് ഇവർ മാത്രമാണ്. മറ്റു ചിലയിടങ്ങളിൽ കന്നുകാലികൾ കൂടെയുണ്ട്. ഇവരെ പോറ്റി വളർത്തിയവർ ശേഷിക്കുന്നുണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർക്കും ഉറപ്പില്ല. ആശുപത്രികളിലുള്ള 100ഓളം പേരിലോ മോർച്ചറികളിലെ 150ഓളം പേരിലോ അവരുണ്ടാകാം. അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താനാകാത്ത 200ഓളം പേരിൽ. നാടുകണ്ട കൊടിയ ദുരന്തത്തിൻ്റെ നേർസാക്ഷികളാണിവർ. മണ്ണിരമ്പമറിഞ്ഞ് ഓടിക്കയറിയ കുന്നിൻ ചെരിവുകളിൽ നിന്ന് എല്ലാം കാണേണ്ടി വന്നവർ. മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന കൂട്ടിലടച്ചിട്ടിരുന്ന കൂടപ്പിറപ്പുകളുമുണ്ട് ഇവരിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിനടിയിൽ എവിടെയോ. ടീം ന്യൂസ് മലയാളം, വയനാട്.